ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കറ്റാർവാഴയുടെ കുറച്ചധികം ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം, കറ്റാർവാഴയിൽ ധാരാളമായിട്ട് വൈറ്റമിൻസ് അതേപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസിൽ തന്നെ എ, സി, ഇ, വൈറ്റമിൻ B12, അതേപോലെ തന്നെ സിങ്ക്, എൻസൈം, കാൽസ്യം, ഇരുമ്പ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് കറ്റാർവാഴ. 450 പരം കറ്റാർവാഴകൾ ഇന്ന് നമുക്ക് നിലവിലുണ്ട് കേട്ടോ. കറ്റാർവാഴ നമ്മുടെ സ്കിന്നിനായാലും അതേപോലെ തന്നെ ഹെയറിനായാലും ഒരേപോലെ ഗുണങ്ങളുള്ള ഒന്നുകൂടിയാണിത്. ഇന്നത്തെ പല മോയ്സ്ചറൈസർ അതേപോലെ തന്നെ ബ്രൈറ്റനിങ് ക്രീം, ലോഷൻ, ഇനി അതല്ല ഹെയർ സെറം, ഒരുവിധം കോസ്മെറ്റിക്സിൽ എല്ലാത്തിലും നമ്മൾ കറ്റാർവാഴ ചേർക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അത്രയേറെ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ സ്കിന്നിലായാലും ഹെയറിലായാലും ഒരേപോലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണ് ഈ ഒരു കറ്റാർവാഴ. അപ്പൊ നമുക്കിനി കറ്റാർവാഴയുടെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാട്ടോ. ആദ്യം തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ മുടിക്കുള്ളതാണ്. ഇത് നമ്മുടെ ഹെയറിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പലവിധ മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ഡ്രൈ ഹെയർ, ഫ്രിസി ഹെയർ, അതല്ലാന്നുണ്ടെങ്കിൽ ചകിരി പോലത്തെ മുടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു കറ്റാർവാഴയുടെ ജെല്ല് മാത്രം മതി കേട്ടോ. ഈ ഒരു കറ്റാർവാഴയുടെ ജെല്ല് നമ്മൾ ഡെയിലി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒന്നരാടം വെച്ചിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് മാറി നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറ്റിയിട്ട് നല്ലൊരു നോർമൽ അല്ലെങ്കിൽ ഒരു നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ. ഇനി നിങ്ങളുടെ മുടിയൊക്കെ പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ പലർക്കും ചിലപ്പോൾ ഒരേ ലെങ്ത് തന്നെ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു തിക്നെസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റാറില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ മുടി പകുതി വെച്ച് പൊട്ടിപ്പോവാറുള്ളത് കൊണ്ടാണ്. അങ്ങനെ ആ ഒരു പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു കറ്റാർവാഴ. കറ്റാർവാഴയുടെ ജെല്ല് ഇതേപോലെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി കറ്റാർവാഴയുടെ വേറൊരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ മുടിയിലെ സ്പ്ലിറ്റൻസ് പലർക്കും വരാറുണ്ട് അല്ലേ. പലതരത്തിലുള്ള സ്പ്ലിറ്റൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു സ്പ്ലിറ്റൻസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അലോവേരയുടെ ജെല്ല് നമ്മുടെ മുടിയുടെ തുമ്പത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ആ ഒരു സ്പ്ലിറ്റൻസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി മെയിൻ ആയിട്ടുള്ള വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടുക എന്നുള്ളതാണ്. നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ടുള്ള വൈറ്റമിൻസ് എ, സി, ഇ ഇതെല്ലാം നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് ഒരേ സാധനത്തിൽ കിട്ടും. അതാണ് നമ്മുടെ കറ്റാർവാഴ. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി വളർച്ച കൂടാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന ചൊറിച്ചല്, താരൻ, ചെറിയ ചെറിയ കുരുക്കൾ ഇതൊക്കെ മാറാനായിട്ടായാലും നമ്മുടെ ഈ ഒരു കറ്റാർവാഴ മാത്രം മതി കേട്ടോ. അതേപോലെ തന്നെ എല്ലാവർക്കും ഉള്ള അല്ലെങ്കിൽ മിക്കവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് മുടിക്കൊഴിച്ചില്. അത് മാറ്റാനായിട്ട് ഈ ഒരു കറ്റാർവാഴ നമുക്ക് ദിവസം ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കായിട്ടോ ഹെയർ സെറായിട്ടോ ഹെയർ ടോണറായിട്ടോ ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻസും അതേപോലെ തന്നെ ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓരോ മുടിയിഴകളെയും നന്നായിട്ട് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതായത് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ മുടിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു കറ്റാർവാഴ സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഹെയറിൽ നല്ലൊരു ഹെയർ സെറായിട്ട്, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഹെയർ ടോണറോ ഹെയർ ജെല്ലോ എന്ത് വേണമെങ്കിലായിട്ടും ഈ ഒരു കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. കറ്റാർവാഴയിൽ ധാരാളമായിട്ട് ജലാംശം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു മോയ്സ്ചറിങ് കണ്ടന്റ് ഈ ഒരു കറ്റാർവാഴയ്ക്ക് നൽകാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ തലയോട്ടിയിലായാലും നമ്മുടെ മുടിയിലായാലും നല്ലൊരു ജലാംശം നിലനിർത്തിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ മുടിയിഴകളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടും നല്ല ഉള്ളോടും അതേപോലെ തന്നെ നല്ല നീളത്തോടും കൂടി നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിലെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ കറ്റാർവാഴ. മുടി കൊഴിച്ചിൽ, മുടി വളർച്ച, മുടി പൊട്ടിപ്പോവുക, മുടിയിലെ സ്പ്ലിറ്റൻസ് വരിക, താരൻ, ചൊറിച്ചിൽ, അങ്ങനെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. അതൊക്കെ ഈ ഒരു ഒറ്റ കറ്റാർവാഴ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്.
ഇനി നമുക്ക് നമ്മുടെ ഫേസ് അല്ലെങ്കിൽ സ്കിന്നിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു കച്ചാർവാഴ കൊണ്ട് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ പലർക്കുള്ള ഒരു പ്രശ്നമാണ് മുഖക്കുരു എന്ന പാടുകളൊക്കെ. ഇതൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കച്ചാർവാഴ. കച്ചാർവാഴയിൽ ധാരാളമായിട്ട് വൈറ്റമിൻസ്, ആന്റി ഇൻഫ്ലമേറ്ററി, അതേപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുഖക്കുരു എന്ന പാടുകൾ നമുക്ക് മായ്ക്കാനായിട്ട് സഹായിക്കും. ഡെയിലി നമുക്ക് കാലത്തും വൈകിട്ടും ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നേരത്തായാലും നിങ്ങൾ കച്ചാർവാഴയുടെ ജെല്ല് ഇതേപോലെ നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും. അലോവേരയുടെ ജെല്ല് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിറം വർദ്ധിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് വെളുത്തിട്ട് പാറുന്ന ഒന്നല്ല കേട്ടോ ഞാൻ പറയണത്, നമ്മുടെ ഒരു ഷെയ്ഡൊക്കെ കൂട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും. ഡെയിലി ഇതേപോലെ കാലത്തോ വൈകിട്ടോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ഗുണം എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സിറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇപ്പോൾ പുറത്തുനിന്ന് ചിലപ്പോൾ മോയ്സ്ചറൈസറോ അതല്ലാന്നുണ്ടെങ്കിൽ സെറം വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അലോവേരയുടെ ജെല്ല് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇത് നമുക്ക് ഇതേപോലെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് അതേപോലെ തന്നെ നല്ലൊരു സെറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ധാരാളമായിട്ട് ജലാംശം ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു പ്രൊട്ടക്റ്റ് നമ്മുടെ ഫേസിന് നൽകാനായിട്ട് ഈ ഒരു അലോവേരയുടെ ജെല്ല് മാത്രം മതി. ഇത് നമുക്ക് നല്ലൊരു പ്രൈമർ, അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു മേക്കപ്പ് റിമൂവർ ആയിട്ടും ഉപയോഗിക്കാം കേട്ടോ. മേക്കപ്പ് ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു അലോവേരയുടെ ജെല്ല് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ തുടച്ച് നീക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഒരു മേക്കപ്പ് ഒക്കെ നല്ല രീതിക്ക് മാറ്റാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ഒരു അലോവേര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രൈമർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ഗുണം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പൊള്ളലോ മുറിവോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അലോവേരയുടെ ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഇത് ഫേസിനും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് മാത്രമല്ല കേട്ടോ. ഇപ്പം നമുക്ക് കുറേ അധികം അലോവേരയുടെ ജ്യൂസൊക്കെ നമ്മൾ കുടിക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ജ്യൂസായിട്ടും കുടിക്കാവുന്നതാണ്. പ്രമേഹം കുറയാൻ അതേപോലെ തന്നെ നമ്മുടെ ദഹനമൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ടായാലും ഈ ഒരു അലോവേരയുടെ ജ്യൂസ് വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ കുറേയേറെ ഗുണങ്ങളുള്ള ഒന്നാണ് അലോവേര. നമ്മുടെ സ്കിന്നിലായാലും ഹെയറിലായാലും ഒരേപോലെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നാണ് കേട്ടോ അലോവേര. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നമ്മുടെ സ്കിന്നിലും അതേപോലെ തന്നെ ഹെയറിലും ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നല്ല രീതിക്ക് മാറ്റാനായിട്ട് സഹായിക്കും കേട്ടോ. അതേപോലെ തന്നെ ഇത് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഒന്നും കൂടി നല്ല റിസൾട്ട് കിട്ടുള്ളൂ. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഡെയിലി ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.